ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല കിഡിലൻ ഒരു ഉഴുന്ന് വടയാണ്. അകത്തൊക്കെ നല്ല സോഫ്റ്റായിട്ടും പുറത്ത് അത്രയ്ക്ക് ക്രിസ്പി ആയിട്ടുള്ള നല്ല കരുമുരാന്ന് കഴിക്കാൻ പറ്റിയ നല്ല ഒരു ഉഴുന്ന് വട. ഇതുണ്ടാക്കാൻ സിമ്പിളായിട്ട് നമുക്ക് പറ്റും. റെസ്റ്റോറൻറ്റ്സിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് നമ്മൾ ഈ വട ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന്. ഞാനിവിടെ 1 കപ്പ് ഉഴുന്ന് 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് രാത്രി മുഴുവൻ വേണമെങ്കിലും കുതിർത്ത് വെക്കാം കേട്ടോ. ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില എടുത്താൽ മതി. പിന്നെ കുരുമുളക് 1 ടീസ്പൂൺ, അതിൽ പകുതി മുഴുവനായിട്ടും ചേർത്തിട്ടുണ്ട്, പകുതി ചതച്ചും ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 ടീസ്പൂൺ പച്ചരി, 1 ടീസ്പൂൺ ഉഴുന്ന്. ഇത് നമ്മൾ വറുത്താണ് പൊടിച്ചാണ് ചേർക്കുന്നത്. ഇതിൽ നമുക്ക് ആദ്യം ഒരു ഗ്രൈൻഡറിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഒരു ഗ്രൈൻഡറോ ഫുഡ് പ്രോസസ്സറോ ഇല്ലെങ്കിൽ മിക്സി വെച്ചിട്ട് വേണമെങ്കിൽ ഇത് അരച്ചെടുക്കാം കേട്ടോ. ഇത് അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളിതിൽ ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല. നമുക്കിതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് തിക്കായിട്ടാണ് വേണ്ടത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ഉഴുന്നിന് ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ. ആദ്യം കുറച്ച് ഒഴിച്ച് നോക്കാം, അത് കഴിഞ്ഞ് ആവശ്യമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒഴിച്ചാൽ മതിയാവും. ഇപ്പം ഞാൻ നമ്മുടെ ഉഴുന്ന് അരച്ച് തുടങ്ങിയിട്ടുണ്ട് ഗ്രൈൻഡറിൽ. ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം നമുക്ക് ചേർക്കാം. അതിനുശേഷം ഇത് കുറേ കട്ടിയായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ബാക്കി കുറച്ചുകൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഈ ഗ്രൈൻഡറിൻ്റെ സൈഡിലൊക്കെ ഒരു വുഡൻ സ്പൂൺ ഇട്ടിട്ട് അതിൻ്റെ സൈഡിൽ പറ്റിയിരിക്കുന്ന ഉഴുന്നൊക്കെ ഒന്ന് എടുത്ത് വിടുന്നുണ്ട്. ഇപ്പം നമ്മൾ 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട് ഇതിലേക്ക്. ഇതിനെ ഒന്ന് അരഞ്ഞു വരട്ടെ. ഇപ്പോൾ ഇത് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഇത് ഒരുപാട് തിന്നായിട്ട് പോകാൻ പാടില്ല, നമുക്ക് കുറച്ച് കട്ടിയിൽ തന്നെ വേണം ഈ മാവ് കിട്ടാൻ. ഇപ്പം നമ്മുടെ മാവ് അരഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. നമുക്കിങ്ങനെ നമ്മുടെ മാവ് എടുക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് വരണം. അപ്പോൾ ഞാൻ ഗ്രൈൻഡറിൽ നിന്ന് നമ്മുടെ മാവ് ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇതങ്ങനെ കംപ്ലീറ്റായിട്ട് അരഞ്ഞു വരേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് തരിതരി ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഞാൻ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നും 2 ടീസ്പൂൺ പച്ചരിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമ്മുടെ ഉഴുന്നും അരിയും നല്ലതുപോലെ വറുത്തിട്ടുണ്ട്. ഇത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ. ഇനിയിപ്പോൾ നമുക്കിത് ഒരു മിക്സറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ പൊടിച്ചെടുക്കണം. നല്ല ഫൈൻ പൗഡറായിട്ട് വേണം പൊടിച്ചെടുക്കാൻ. ചൂടൊന്ന് ആറിയിട്ട് വേണം ഇത് പൊടിക്കാൻ. ഇപ്പോൾ ഇത് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ മാവിലേക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ നമ്മുടെ മാവ് ഒരു ബൗളിലാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കറിവേപ്പിലയും മല്ലിയിലയും സവാളയും നമ്മുടെ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. എരിവ് കൂടുതൽ വേണമെങ്കിൽ അത് ചേർക്കാം. കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കുരുമുളക് ചേർക്കാമേ. ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഈ കുരുമുളക് പകുതി ചതച്ചും പകുതി മുഴുവനായിട്ടേ ഇടണേ. ഇനി നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉഴുന്നും അരിയും ചേർത്തിട്ടുള്ള ആ പൊടിയുടെ നമുക്ക് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക്. ആ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഈ സമയത്ത് ഇത് കുറച്ച് നല്ല കട്ടിയിലായിരിക്കും ഇരിക്കുന്നത്. നമുക്ക് ഈ കട്ടി വേണം. ഇനി നമുക്കിതെല്ലാം കൂടെ എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ
നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. ഉപ്പ് ഇടുമ്പോൾ നമ്മൾ എപ്പോഴും കുറച്ച് ചേർത്തിട്ട് അതിനുശേഷം ടേസ്റ്റ് ചെയ്തിട്ട് വേണം എന്നുണ്ടെങ്കിൽ മാത്രം കൂടുതലിട്ടാൽ മതിയാവുമേ. നിങ്ങൾക്കൊരു വുഡൻ സ്പൂണോ സ്പാച്ചിലോ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കാം. ഇപ്പോൾ ഞാനിതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ഈ പൊടിയും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇതിലേക്ക് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് 1 മണിക്കൂറെങ്കിലും ഒന്ന് പൊങ്ങി വരാൻ വെക്കണേ. ഒരുപാടൊന്നും പൊങ്ങേണ്ട ആവശ്യമില്ല, മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കണം. ഇപ്പോൾ ഒരു 1.5-2 മണിക്കൂർ എടുത്ത് ഞാനിത് പൊങ്ങാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾ വെക്കുമ്പോൾ മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കണേ. ഇനി നമുക്ക് ഉഴുന്നുവട എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. ഞാനിതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാണ്. ഇപ്പം നല്ല കട്ടിയിൽ തന്നെ ആയിട്ടുണ്ട് നമ്മളുടെ മാവ്. ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ആയിട്ടുമുണ്ട്. നമുക്ക് 2 രീതിയിൽ ഈ ഉഴുന്നുവട ചെയ്തെടുക്കാം. 2 രീതിയിൽ നമുക്ക് ഈ ബോൾസ് റെഡിയാക്കാം. ഞാൻ ആ 2 രീതി ഇപ്പോൾ കാണിക്കാം. ആദ്യം ഒരു കൈ നമ്മൾ വെള്ളത്തിൽ ഫുള്ളായിട്ട് മുക്കിയിട്ട് ഒരു ചെറിയ റൗണ്ട് പോലെ ആക്കണം. ഒരു ചെറിയ പീസ് എടുത്ത് നമുക്ക് റൗണ്ട് പോലെ ഉരുട്ടി കയ്യിലാക്കാം. ഇനി നമ്മൾ തള്ളവിരൽ വെള്ളത്തിൽ മുക്കിയിട്ട് ഇതിൻ്റെ നടുവിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിങ്ങനെ നമുക്ക് എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുത്താൽ മതിയാവും. ഇതൊരു രീതി. ഇനി മറ്റൊരു രീതി, ആദ്യം നമുക്ക് കൈകൾ രണ്ടും വെള്ളത്തിലൊന്ന് നനയ്ക്കാം. ഇനി നമ്മൾ ഒരു കൈ കൊണ്ട് നമ്മുടെ മാവിൻ്റെ ഒരു ഭാഗം എടുത്ത് റൗണ്ടാക്കിയിട്ട് നമ്മുടെ ഇടത് കൈയുടെ നടുവിൽ വയ്ക്കാം. ഇനി നമുക്ക് ഒരു വിരൽ വെള്ളത്തിൽ മുക്കിയിട്ട് ഇതിൻ്റെ നടുവിലായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിങ്ങനെ എണ്ണയിലിട്ട് വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ 2 രീതിയിലും നിങ്ങൾക്കിത് ചെയ്യാം. പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്കിത് പെർഫെക്റ്റായിട്ട് വരുള്ളൂ. ആദ്യമൊക്കെ കുറച്ച് ഹോളൊന്നും വന്നില്ലെങ്കിലും കാര്യമാക്കണ്ട കേട്ടോ. ഇനി നമുക്ക് ഉഴുന്നുവട തയ്യാറാക്കാനായി ഒരു പാനിൽ എണ്ണ ചൂടാക്കിയെടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഓരോ വടയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ രീതിയിലാണ് ചെയ്യുന്നത്. അതായത് ഒരു കൈ വെള്ളത്തിൽ മുക്കിയിട്ട് അതിൽ നമ്മൾ ഒരു ഭാഗം മാവ് കയ്യിലെടുത്ത് റൗണ്ട് പോലെ ആക്കിയിട്ട് അതേ കൈയുടെ തള്ളവിരൽ വെള്ളത്തിൽ മുക്കിയിട്ട് അതിലൊരു ഹോൾ ഇട്ടിട്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇടുന്നത്. നമ്മൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഈ ഹോളൊക്കെ കറക്റ്റായിട്ടൊന്നും വന്നെന്നിരിക്കില്ല, ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ അതൊന്നും കാര്യമാക്കേണ്ട, അത് സാരമില്ല. 1-2 തവണ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് പെർഫെക്റ്റായിട്ട് വന്നോളൂ. ഇപ്പോൾ ഞാൻ ഒരു ഭാഗം നല്ലതുപോലെ മൊരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഓരോന്നായി തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഒരു സൈഡ് നല്ല ക്രിസ്പിയായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ വടയും ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. എണ്ണ നല്ല ചൂടാണ്, അപ്പോൾ നല്ലതുപോലെ ശ്രദ്ധിച്ചു വേണം ഇത് ചെയ്യാനായിട്ട്. നമ്മളീ ഉഴുന്നുവട തയ്യാറാക്കി എണ്ണയിലേക്ക് ഇടുമ്പോഴും നല്ലതുപോലെ ശ്രദ്ധിക്കണം. കെയർഫുള്ളായിട്ട് ചെയ്തില്ലെങ്കിൽ കയ്യിൽ എണ്ണ തെറിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ മറ്റേ ഭാഗവും ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഉഴുന്നുവട റെഡി ആയി കഴിഞ്ഞു. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് കുറച്ച് ഒരു മണിക്കൂറെങ്കിലും നമ്മളത് പൊങ്ങാൻ വെച്ചതുകൊണ്ടാണ് ഇത് കറക്റ്റായിട്ട് വരുന്നത്. ഈ പറഞ്ഞ സ്റ്റെപ്സ് അതേപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട കിട്ടും. ഞാനിപ്പോൾ ഇതൊന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ റെഡിയാക്കിയ ഉഴുന്നുവടയാണിത്. ഇതിപ്പോൾ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റായിട്ട് പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ തന്നെ ഇത് കാണാൻ പറ്റുന്നില്ല ഇത് എത്ര ക്രിസ്പിയാണെന്ന്. ഇതിൻ്റെ പുറത്തെ ആ ഒരു ഭാഗം നല്ല ക്രഞ്ചി സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും ഇത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സെറ്റും ഇതേപോലെ റെഡിയാക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വെള്ളത്തിൽ കൈ മുക്കിയിട്ട് അതിലേക്ക് ഒരു റൗണ്ട് ആക്കിയിട്ട് തള്ളവിരൽ വീണ്ടും വെള്ളത്തിൽ മുക്കിയിട്ട് നടുവിലൊരു ഹോൾ ആക്കിയിട്ടാണ് ഞാൻ ഈ ഉഴുന്നുവട റെഡിയാക്കുന്നത്. ഈ സെയിം സ്റ്റെപ്പ് നമ്മൾ അടുത്ത സെറ്റ് റെഡിയാക്കാനും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ ശ്രദ്ധിച്ചത് തിരിച്ചിട്ട് കൊടുക്കാം.
അതിനുശേഷം മറ്റേ സൈഡും നല്ലതുപോലൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴേക്ക് നമുക്കത് എടുത്ത് കിച്ചൺ ടിഷ്യൂയിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഈ ഒരു കപ്പ് ഉഴുന്നിട്ടിട്ട് എനിക്ക് ഏകദേശം ഒരു 18-20 വട എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കോഫിയുടെയും ചായയുടെയും ഒക്കെ കൂടെ നല്ല ബെസ്റ്റ് ഒരു കോമ്പിനേഷനാണ്. തേങ്ങാ ചട്നിയും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കംപ്ലീറ്റായി നമ്മുടെ ഈവനിങ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ. ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇഷ്ടമായില്ലെങ്കിലും പറയാം.